നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണുക, എല്ലാ ദിവസവും മുടങ്ങാതെ വീഡിയോ കാണുക, നല്ല നല്ല കമന്റുകൾ രേഖപ്പെടുത്തി മഹാദേവന്റെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക. പ്രിയമുള്ളവരെ, 1201 ആണ്ട്, അതായത് പുതിയ മലയാള വർഷം ഉടൻ തന്നെ നമ്മളിലേക്ക് എത്തിച്ചേരുന്നു. പുതിയ മലയാള വർഷം 1-ാം തീയതി രാവിലെ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ രാഹു കേതു ദോഷപരിഹാര പൂജയിൽ പങ്കുചേരുക. 1000 രൂപയാണ് ഇതിന്റെ ചെലവ്. എൻ്റെ നമ്പർ, വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്. ആ സ്ക്രീനിലേക്ക് ജനന തീയതി, ജനിച്ച സമയം, സ്ഥലം, മേൽവിലാസം, പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം അയക്കണം. രാഹുകേതു ദോഷപരിഹാര പൂജ ചെയ്തതിന് ശേഷം നിങ്ങൾ അടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ വേണ്ടിയാണ്. അപ്പോൾ കൃത്യമായ മേൽവിലാസങ്ങളൊക്കെ നൽകുക, പിൻകോഡൊക്കെ തെറ്റിപ്പോകാതെ രേഖപ്പെടുത്തുക. 1000 രൂപ അയച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് വിട്ടു തരിക. അപ്പോൾ പൂജ ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. 2025 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഞായറാഴ്ച ദിവസം മലയാള തീയതിയിൽ പറയുമ്പോൾ 1200-ാം ആണ്ട് കർക്കിടക മാസം 25-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറയുമ്പോൾ ശ്രാവണ മാസം 19-ാം തീയതിയാണ്. സൂര്യോദയ സമയം രാവിലെ 6:18, അസ്തമയം വൈകുന്നേരം 6:37. ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:08 വരെ ഉണ്ടായിരിക്കും. ഉദയാൽപരം നക്ഷത്രം ഔട്ട നക്ഷത്രമാണ്. ഔട്ട നക്ഷത്രം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:54 വരെ ഉണ്ടായിരിക്കും. ഔട്ട നക്ഷത്രം ആരംഭിക്കുന്നത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:25 ഔട്ട നക്ഷത്രം അവസാനിക്കുന്നത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:54. പിന്നീട് ചതയ നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ ഒരു ദിവസം 2 നക്ഷത്രമാണ് 27 നക്ഷത്ര ജാതകരെയും സ്വാധീനിക്കുക. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:54 വരെ ഔട്ട നക്ഷത്രവും പിന്നീട് ചതയ നക്ഷത്രവുമാണ്. ചതയ നക്ഷത്രം പിന്നീട് അവസാനിക്കുന്നത് തിങ്കളാഴ്ചയാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ചതയ നക്ഷത്രം അവസാനിക്കുന്നത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:02 മനസ്സിലാക്കുക. അപ്പോൾ ഞായറാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:54 വരെ ഔട്ട നക്ഷത്രമുണ്ടല്ലോ. ഔട്ട നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ഔട്ട നക്ഷത്രപ്രകാരം തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി, ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങളൊക്കെ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:54 വരെ പ്രതീക്ഷിക്കാം. തിരുവോണം, പൂരാടം, തൃക്കേട്ട, ചിത്തിര, ചോതി, മകയിരം, രോഹിണി, ഇത്രയും നാളുകാർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. 27 നാളുകാരിൽ 7 നാളുകാർക്കാണ് പൂർണ്ണമായിട്ടുമുള്ള കൂടുതൽ അനുഭവങ്ങൾ, മെച്ചപ്പെട്ട അനുഭവങ്ങൾ, സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുക. ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രതികൂലമായ അനുഭവങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ, പൂർണ്ണമായിട്ടും വന്നു ചേരണമെന്നില്ല, കാരണം അവരുടെ ദശകാലമൊക്കെ നേട്ടമാണെങ്കിൽ ഒരു ദോഷവും വരത്തില്ല. ചിലപ്പോൾ മോശമായ സമയത്തുകൂടിയാണ് പോകുന്നതെങ്കിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഇക്കാര്യം പറയുന്നത്. അപ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:25 മുതൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:54 വരെയുള്ള ഔട്ട നക്ഷത്ര സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ളത് എന്ന് പറഞ്ഞു തരാം. ഉത്രാടം, മൂലം, അനിഴം, പുണർദം, പൂയം, ഇത്രയും നാളുകാർക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കർക്കിടകക്കുറിൽപ്പെട്ട പുണർദം, കാല, പൂയം, ആയില്യം നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കന്നിക്കുറിൽപ്പെട്ട ഉത്തരമുക്കാല, അത്തം, ചിത്തിര 2 പാദം നാളുകാർക്കും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് പറയുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ഞായറാഴ്ച ദിവസം ഉച്ച കഴിഞ്ഞ് 1:54 മുതൽ ചതയ നക്ഷത്രമാണ് ആരംഭിക്കുക. അപ്പോൾ ചതയ നക്ഷത്ര പ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും സുഖദുഃഖ സമ്മിശ്രവുമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 1:54 മുതൽ ചതയ നക്ഷത്ര പ്രകാരം മകയിരം, തിരുവാതിര, ചോതി, വിശാഖം, ഉത്രാടം, മൂലം, അവിട്ടം, ഈ 7 നാളുകാർക്ക് സൗഭാഗ്യകരമായ അനുഭവങ്ങൾ വന്നു ചേരും. അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മകയിരം, തിരുവാതിര, ചോതി, വിശാഖം,
ഉത്രാടം, മൂലം, അവിട്ടം എന്നീ നാളുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. എപ്പോൾ വരെ പ്രതീക്ഷിക്കാമെന്ന് അറിയാമോ? തിങ്കളാഴ്ച ദിവസം ഉച്ചയ്ക്ക് 1:02 വരെ അവർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഈ സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏത് സമയത്താണ്? ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:03 വരെയുള്ള സമയത്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കൂടി അറിഞ്ഞിരിക്കുക. അപ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ കർക്കിടകക്കുറിൽപ്പെട്ട പുണർതങ്കാല്, പൂയം, ആയില്യം നാളുകാര്, തിരുവോണം, പൂരാടം, തൃക്കേട്ട, കന്നിക്കുറിൽപ്പെട്ട ഉത്രമുക്കാല്, അത്തം, ചിത്തിര 2 പാദം. ഇത്രയും നാളുകാർ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത്. ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:03 വരെയുള്ള സമയം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനിയും ഞായറാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ ഈ ശുഭസമയം നോക്കി ചെയ്യണമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ശുഭസമയം പറഞ്ഞുതരാം. ഞായറാഴ്ച ദിവസം രാവിലെ 6:18 മുതൽ 9:18 വരെയുള്ള സമയം നല്ല സമയമാണ്. പിന്നീട് 10:48 മുതൽ ഉച്ചകഴിഞ്ഞ് 3:18 വരെയുള്ള സമയവും നല്ല സമയമാണ്. ഈ സമയത്തെ ശുഭസമയം എന്ന് പറയുന്നു. അപ്പോൾ ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതത്തിൽ മുമ്പോട്ട് പോവുക. ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 10 ഒറ്റസംഖ്യയാക്കുമ്പോൾ 1 വരെ മേതൊരു 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കൂടുതൽ സൗഭാഗ്യമായ അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ, ഇളം നീല, ഇളം ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേര് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്കൃഷ്ടവും ഉത്തമമായ നല്ല അനുഭവങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ സംഖ്യാ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ഏതൊരു മാസത്തെയും 1, 10, 19, 28 എന്നീ തീയതികളിൽ ജനിച്ചവരാണ് ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ഇനിയും ഞായറാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് 1:54 വരെ ഏതൊക്കെ നാളുകാർക്കാണ് ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുക എന്നുള്ളത് പറഞ്ഞുതരാം. അവിട്ട നക്ഷത്രപ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ: തിരുവോണം, പൂരം, ചിത്തിര, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, അനിഴം, പൂരാടം, അവിട്ടം. ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 മുതൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 വരെയുള്ള സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. തിരുവോണം, പൂരം, ചിത്തിര, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂയം, അനിഴം, പൂരാടം, അവിട്ടം. ഇത്രയും നാളുകാർക്കാണ് നേട്ടങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനിയും ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:03 വരെ ചതയ നക്ഷത്ര സമയമാണല്ലോ. ഈ സമയത്ത് ചതയ നക്ഷത്രത്തിന്റെ അനുകൂലമായ അനുഭവത്താൽ ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. അവിട്ടം, ഉത്രം, ചോതി, കേട്ട, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രാടം, ചതയം. അപ്പോൾ ഇത്രയും നാളുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം. ഇപ്പോൾ മുതലാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:54 മുതൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 1:54 മുതൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:03 വരെയുള്ള സമയത്ത് ചതയ നക്ഷത്ര പ്രകാരം ധനപരമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്ന നാളുകാർ അവിട്ടം, ഉത്രം, ചോതി, കേട്ട, രേവതി, കാർത്തിക, തിരുവാതിര, ആയില്യം, ഉത്രാടം, ചതയം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത്. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, അവരുടെ ജോലിയെ അനുഗ്രഹിക്കട്ടെ, അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ, അവരുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ, അവർക്കുള്ള സകലതിനെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവന്റെ നാമത്തിൽ വിശ്വസിച്ച് മഹാദേവനെ ഓം നമ ശിവായ മന്ത്രം ചൊല്ലി ആരാധിക്കുകയും പൂജിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ മേൽ തീർച്ചയായിട്ടും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, പ്രിയപ്പെട്ടവരുടെ മേൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാകും. തീർച്ചയായിട്ടും വിശ്വസിക്കുക, വിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവുക. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, കഷ്ടതകൾ വന്നാലും, പ്രതികൂലങ്ങൾ വന്നാലും എൻ്റെ മഹാദേവൻ എന്നോട് കൂടെയുണ്ട്. എൻ്റെ മഹാദേവൻ എന്നെ സംരക്ഷിക്കും, എന്നെ നടത്തും എന്നുള്ള ഒരു ഉത്തമമായ വിശ്വാസം പ്രിയപ്പെട്ടവരിൽ ഉണ്ടാകണം.
എപ്പോഴും ഓം നമ ശിവായ മന്ത്രം ജപിച്ച് ജീവിക്കുക. മനുഷ്യജീവിതമാണ്. കഷ്ടതകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നവഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ടൊക്കെ ഉണ്ടാകും. ജനിക്കുമ്പോൾ ചില ഗ്രഹങ്ങളൊക്കെ ദോഷമായിട്ട് നിന്നാൽ ആ ദോഷമൊക്കെ നമ്മളിൽ വന്നു ചേരും. പക്ഷെ ആ പ്രതിസന്ധിയിൽ നമ്മൾ തകർന്നു പോകാതെ നമ്മൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരമൊക്കെ ചെയ്യുകയും മഹാദേവനെ പൂജിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം ഭദ്രമായിട്ട് മുമ്പോട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെയും മേൽ മഹാദേവന്റെ അനുഗ്രഹം വന്നു ചേരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ